ടീ ഉണ്ടാക്കുന്നത് എങ്ങനെ, ടീ പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെ, വയനാട്ടിലെ ഒരു അടിപൊളി എസ്റ്റേറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, അങ്ങനെ എസ്റ്റേറ്റിൽ ഏതൊരു എസ്റ്റേറ്റിലും അങ്ങനെ കടക്കാനൊന്നും പറ്റില്ല. ചിലയിടത്തൊക്കെ നല്ല പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു മാനേജറെ നൈസായിട്ടൊന്ന് വളച്ചെടുത്തിട്ട് പുള്ളിനോട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പുള്ളി അങ്ങനെ പെർമിഷനൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇന്ന് വർക്കിംഗ് ആൾക്കാർ കുറവാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ അടിപൊളി കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ മഴ ചാർന്നുകൊണ്ട് നമുക്ക് ആദ്യം പണിക്കാർ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ പെർമിഷൻസ് ചില സമയത്ത് ഇവിടെ ചെല്ലോട് ടീ ഫാക്ടറി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഫ്രണ്ടിൽ. അപ്പം എന്നോട് ഇതിൻ്റെ അകത്തോട്ട് കയറിക്കോന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ തേയില ഇവർ പറിച്ച് കൊണ്ടുവരുന്ന കൊട്ടയാണിത്. ചെരുപ്പ് അലൗഡാണോ എന്ന് എനിക്കറിയില്ല, ചെരുപ്പ് ഊരണം ചോദിക്കട്ടെ. ഇതെന്താ ചെയ്യണ ചോദിക്കാം. ചേട്ടാ ഇതെന്താ ചെയ്യുന്നേ? കയറ്റി വിടുക. ഓക്കെ, ഓക്കെ. മുകളിൽ ഓട്ടോമാറ്റിക് തട്ടും. ഓക്കെ, ആ അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, ശരി. എവിടുന്ന് പറഞ്ഞേ? ഞങ്ങൾ എറണാകുളം. അതെ. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ചേട്ടന്റെ പേരെന്താ? രാഘവൻ. ഓക്കെ, രാഘവൻ ചേട്ടൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഫുള്ള്, ചുമ്മാ കറങ്ങിയല്ലേ. അടുത്ത ഇന്നെന്താ ഈ പ്രോസസ് കഴിഞ്ഞിട്ട്? ഇത് കഴിഞ്ഞിട്ട് നീ ഇത് നേരെ മേലോട്ട് തട്ടും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാം, അതായത് ഓരോന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഫസ്റ്റ്. ഓക്കെ, ഞാൻ അടുത്തത് എന്താ ഇത് ചെയ്യുന്നത്? ആ ഓക്കെ, നമുക്ക് അതുകൂടി നോക്കാം കേട്ടോ. മേലോട്ട് നമുക്ക് പോവാം. ചേട്ടന് മനസ്സിലായിട്ടില്ല, ഞാൻ ചോദിച്ചതാണ്. ഇതാണ് തേയില. ഓക്കെ, നിങ്ങൾ രാവിലെ പറിച്ചെടുക്കണേന്നോ? നിങ്ങൾ തന്നെ പറിക്കുമോ അതോ പുറത്തുനിന്ന് ആൾക്കാർ പറിക്കാൻ പറയാറ്? ആ, എത്ര ഏക്കർ വരുന്നുണ്ട് ഈ എസ്റ്റേറ്റ് അറിയോ? ഡെയിലി അത്യാവശ്യം വർക്കേഴ്സ് ഒരുപാടുണ്ടോ അവിടെ? ഓക്കെ, ഇതാട്ടോ തേയില. പിന്നെ നമുക്ക് മേലോട്ട് കയറാം. മേലോട്ട് ചെല്ലാട്ടോ. മേലോട്ട് എങ്ങനെ കയറുന്ന കേട്ടെ. ആ, മുകളിലോട്ട് ആയിക്കോട്ടെ, ശരി. ആ, നിങ്ങളെ മാനേജറുകളാണോ? പേരെന്താ? ജോയ്. ചേട്ടനാട്ടോ, ഫുള്ള് സപ്പോർട്ടാണ്. എനിക്ക് ഇപ്പൊ പാസ് ഒന്നും എടുക്കാണ്ട്. ആ ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് കയറാട്ടോ. നല്ല സ്മെല്ലാട്ടോ ഇതിൻ്റെ അകത്തും. ഓ, സെറ്റ് കാണാൻ നോക്കി നിങ്ങൾ. അപ്പം ഇനി നമുക്ക് ആ പ്രോസസ് ബൈ പ്രോസസ്സ് നോക്കാം. ഇത് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഐ മീൻ നിരത്തി വെക്കുന്ന സംഭവം ചോദിക്കാം. എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ വഷളാക്കണ്ട ഞാൻ പറഞ്ഞിട്ട്. ഓക്കെ, അവിടെ നിന്നാണ് ആ ചേട്ടൻ കയറ്റി വിട്ടായിരുന്നില്ലേ, അത് ഇവിടെ വന്നിട്ട് ചാടുന്നു. ഓക്കെ, ഇവിടെ എത്തിട്ടോ. ഇവിടുന്ന് ഓരോ ആൾക്കാർ വന്നെടുക്കും. നോക്കാം. ചേട്ടാ പേരെന്താ? ദേവസി. ഓക്കെ, അപ്പൊ അവിടുന്ന് കയറ്റി വിട്ടത് ഇവിടെ എത്തും. നീ ചേട്ടൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ചേട്ടൻ്റെ പിന്നാലെ പോകട്ടോ. എസ്റ്റേറ്റിന്റെ ഉള്ളിലത്തെ സ്മെല്ല് നല്ല രസമാണ്. ഐ മീൻ നല്ല സ്മെല്ല്, എനിക്ക് ഇഷ്ടമാണ്. കോഫി, സോറി, ടീ. നിങ്ങൾക്ക് കാണാൻ പറ്റൂതേ, അതൊക്കെ ഓക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസാണ്. അങ്ങനെ ഇവിടെ വന്ന് ഇതിവിടെ സെറ്റ് ചെയ്യും, ഇവിടെ ഫില്ല് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചു നോക്കാം. ചേട്ടാ പേരെന്താ? സാബു. അല്ല, ഞാൻ പെർമിഷനിലാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടീ ഫാക്ടറിൻ്റെ വീഡിയോ. ആ, അപ്പം ഞാൻ ഓരോ സ്റ്റെപ്പ് അവിടുന്ന് ഇപ്പോൾ എടുത്തു, അടിയിൽ നിന്ന് കയറ്റി വിട്ട് ഇപ്പോൾ ഇവിടുന്ന് കൊടുന്നു. ഇനി ഇവിടുന്ന് അടുത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നത്? സ്റ്റെപ്പ് കുറഞ്ഞ് വിരിക്കാണ് വരെ. ആ, വിരിക്കാണ്. ഓക്കെ, നാളത്തേക്ക് സ്റ്റെപ്പ് വാട്ടാൻ വേണ്ടി ട്രഫിലൂടാണ്. ഓക്കെ, ഇതിന്റെ അടിയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ചൂടുകാറ്റ് ഫാനില്ലേ? ഓക്കെ, ആ, ഫാനിൽ കൂടിയുണ്ട്. ഇതിന്റെ അടിയിലൂടെ വരും അല്ലേ? കാണാൻ പറ്റും. ഇത് നെറ്റാണ്, ഇതിന്റെ അടിയിലൂടെ ചൂടായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ഐ മീൻ വെറ്റാവും, അതായത് നനഞ്ഞതെല്ലാം. ഓക്കെ, ഇത് നല്ലോണം നീര് വലിച്ചെടുക്കാൻ മാതിരി ഈ ഒരു ഇല നന്നായി വലിച്ചെടുക്കും കേട്ടോ.
ഇത് എത്ര സമയം വെക്കും ഇതിന്? അത് ഒരുപാട് 14 മണിക്കൂറോളം. 14 മണിക്കൂർ. ഇന്ന് ഇപ്പൊ പുറത്ത് ചെയ്ത നാളെ രാവിലെ 8 മണിക്ക് എടുക്കാം. നാളെ 8 മണിക്ക് എടുക്കാം രാവിലെ. ഓക്കെ. 3 ആളുണ്ട് ഇവിടെ. ഇതിന് വാട്ടണം. ഇതിന്റെ 40% പറഞ്ഞ് ഇതിന്റെ ജലാംശം വാട്ടും. വാട്ടിയതിനു ശേഷം ഇത് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിന് നൈറ്റില് 3 ആളുണ്ട്. അവരിത് വാട്ടിയതിനു ശേഷം രാവിലെ അരയ്ക്കാൻ വേണ്ടി എടുക്കും. ഇത് അരയ്ക്കുന്ന ഇതിന് പറഞ്ഞത് ടഫ് എന്ന് പറഞ്ഞു. എന്താണ് പറയുന്നത്? ടഫ്. ഓക്കെ. അത് ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് ചൂട് കാറ്റ് കൊടുക്കും. നിരത്തി ഇട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ നെറ്റാണല്ലോ. അതെ. താഴെ വിറക് എത്തിക്കുന്നുണ്ട്. അതിന്റെ ചൂട് ഫാൻ വഴി വലിക്കും. വലിച്ചു കഴിഞ്ഞിട്ട് ഓരോന്നിനും ആവശ്യം പോലെ ഇത് വിട്ടും. ഇത് ആയിക്കഴിഞ്ഞാൽ ഇത് അടി ഇങ്ങനെ മറച്ചു കൊടുക്കും. ഓക്കെ. ഇതില് നൈറ്റിലെ ആൾക്കാരുണ്ട്. ചൂടുണ്ടല്ലേ അടിയിൽ ചെറുതായിട്ട്? ഇപ്പൊ വിട്ടിട്ടില്ല. ഫാൻ വിട്ടിട്ടില്ല. മനസ്സിലായി. ഫാൻ ഇതാകുമ്പോ അവിടെ തീ കത്തിച്ചിട്ടാണോ നിങ്ങളുടെ? അവിടെ താഴെ വിറകടുപ്പുണ്ട്. അവിടുന്ന് തീ കത്തിച്ചാല് ചൂട് ഫാൻ വഴി കൊണ്ട് വെച്ചു. ഓക്കെ. ഫസ്റ്റത്തെ പ്രോസസ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ നെറ്റ് കാണാൻ പറ്റും. ഞങ്ങൾ ഓക്കെ. ഓക്കെ. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു മൊത്തം. ഓക്കെ. എങ്ങോട്ട് താഴോട്ടോ അതോ അടുത്ത എന്താ നെക്സ്റ്റ് വരുന്നത്? ഓക്കെ. അവിടെ ഇപ്പൊ വർക്ക് നാളെ രാവിലെ ഉണ്ടാവും. ഞാൻ അടുത്തല്ലേ? ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഇതെടുത്ത് വാരി ഇതിന്റെ അടുത്ത് കൊണ്ടുവരും. ഇതൊക്കെ ഓരോ അടുപ്പിലേക്ക് പോകുന്ന പോക്കോളുകളാണ്. ഇതിലൂടെ തള്ളി താഴേക്ക് മെഷീനിലേക്ക് എത്തി. ഓക്കെ. മെഷീനിൽ ബാക്കി പ്രോസസ്സിംഗ് താഴെ നടക്കും. ഓക്കെ. സെറ്റ്. ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ഇവിടെ നടത്തും. ഓക്കെ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ ഇത് വാരി ഇവിടെ വെച്ച് അതിലൂടെ തള്ളി ഇതൊന്ന് പിന്നെ ഇതൊന്ന് അവിടെ വരണം 3. ഓക്കെ. അവിടെ നിങ്ങൾ കാണാം. അത് നെറ്റാണ്. ഇതിന്റെ അടിയിലൂടെ വരെ തീ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീ ഇട്ടിട്ട് ഇത് വാരാനുള്ളതാണ്. ഇത് കളയും. ഇതിലാണ് ഹെയർ ആയിട്ട് അടിപൊളി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അകത്ത് വരുന്നത്. അവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകം നല്ല രസം കേട്ടോ. നല്ല സ്മെല്ലാണ്. ഓക്കെ. അപ്പം ഞാൻ അടിയിലോട്ട് പോകാം നമുക്ക് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് പോകുന്നതിന് മുമ്പ് മേലോട്ടൊന്ന് കയറി. ഇതിൻ്റെ മേലെ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതെങ്ങനെ ഇരിക്കാൻ. പക്ഷെ ഇപ്പോൾ അവിടെ ആരുമില്ല. ഐ മീൻ പണ്ട് കുറച്ച് കാലം മുമ്പ് ഇവർ വിസിറ്റേഴ്സിനൊക്കെ ഒരുപാട് അലൗഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ അലൗഡല്ല. പുറത്ത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് സ്റ്റേറ്റ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത നെക്സ്റ്റ് മാനേജറോട് ചോദിക്കാം. മാനേജർ അടിയിലുണ്ട്. താഴോട്ട് പോകട്ടെ. ഞാൻ അതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കാണിച്ചു. ഇതിൽ ഫുൾ എഴുതിയിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് ടീ, ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഓഫ് അബൌട്ട് ടീ. ടീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. $3 million tons of tea is produced worldwide each year. 3 million ടൺ പറയുമ്പോൾ എത്ര വരും? അത് എന്നും എല്ലാ ഇയറിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. മേ ബി ഇത് മാത്രമല്ല കേട്ടോ. ഓക്കെ. ഇനി താഴോട്ട് പോവാം. താഴെത്തിട്ട് മാനേജറെ കാണാം. ഇതിൻ്റെ മേൽഭാഗം ഇതാട്ടോ സ്റ്റെപ്പ്. ഇത് കൂടെ തന്നെ ഇറങ്ങിയത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു തേയിലൻ്റെ ഇത് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് പൊടിക്കുന്നതും മറ്റതെല്ലാം വരുന്നത് കേട്ടോ. ഓക്കെ. താഴോട്ട് പോകാം. താഴോട്ട് എത്തിട്ടോ. താഴോട്ട് എത്തിയത് പുള്ളി മാനേജർ ജോയി എന്നവരെ മേൽഭാഗം ആ ഒരു പ്രോസസ്സ് അവർ പറഞ്ഞെന്ന് മനസ്സിലാക്കി. ഞാൻ അടുത്തത് ഇവിടെ നിന്ന് ചെരുപ്പ് വരണല്ലേ. ഓക്കെ. നമ്മൾ കോഫി പൗഡർ ഉണ്ടാക്കണ്ടേ ഹൈജീനിക്ക് വേണം. അപ്പം നമ്മൾ ചെരുപ്പ് വരണം. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഷൂ ആണ്. അപ്പോൾ അത് മാത്രമല്ല ഷൂ ഞാൻ മഴ കൊണ്ടുകൊണ്ട് കുറച്ച് നനഞ്ഞിട്ടുണ്ട്. ഊരി തന്നെ ആയിരിക്കും നല്ലത്. ഓക്കെ. അവിടുത്തെ നമുക്ക് ഇതിനകത്തോട്ട് കയറാം. മോളിൽ കണ്ടില്ലേ? അതാണ് ഇതിന്റെ ബെതറിങ്. ഓക്കെ. ബെതറിങ് കിട്ടുന്ന ഇത് ഓർത്തഡോക്സ് ടീ ആണ്. 24 മണിക്കൂറാണ് ഇതിന്റെ ബെതറിങ് ടൈം. ഓക്കെ. ഇന്നത്തെ തേയില നാളെ കാലത്താണ് അത് ബെതറിങ് ടൈം കഴിഞ്ഞ് 58% അതിന്റെ പൈസ കണ്ടിട്ട് കളഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന അത് ബെതറിങ് ചെയ്യാം. അത് കഴിച്ചു കളയുന്നതല്ല, മാറ്റിയെടുക്കും. ഓക്കെ. ബാക്കി തേയിലയുമ്പോൾ ജ്യൂസ് മാത്രം ഉണ്ടാവും. ഓക്കെ.
നേരെ മോളിൽ കണ്ടില്ല നമ്മള്, ആ അത് നേരെ ഈ റോളിലേക്ക് വെക്കാം. ഓക്കെ. ഉള്ളത് നമ്മൾ അവര് തള്ളിവിടുന്ന് പറഞ്ഞില്ല, അത് ഇതുവഴി തള്ളിവിടും. ഈ റോളിലേക്ക് 45 മിനിറ്റ് അരയ്ക്കും. 45 മിനിറ്റ് അരക്കണമെങ്കിൽ ആ തേയിലയുടെ വെയിനൊക്കെ പൊട്ടി ജ്യൂസ് കോട്ട് ചെയ്യും. 45 മിനിറ്റാണ് അതിന്റെ റോളിംഗ് ടൈം. അതിനുശേഷം ഇത് ട്രോളിയിലെടുക്കും, നേരെ സിറ്ററിലേക്ക് പോകും. ഗ്രീൻ ലീഫ് സിറ്റർ എന്ന് പറയുന്നത് പറയാം. ഓക്കെ. ഇത് സിറ്ററിലേക്ക് ചലിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വരുന്ന പൊടി നേരെ ഫെർമെന്റേഷൻ ഏരിയയിലേക്ക് വരും. ഫോർ ഫെർമെന്റേഷൻ ആണ് ഇവിടെ ഉള്ളത്. അവിടെ നിന്ന് അത് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് കനത്തിലിടാം. 1.5 മണിക്കൂർ നേരം അതിന്റെ ഫെർമെന്റേഷൻ ടൈം. ഓക്കെ. ആ ഫെർമെന്റേഷൻ ടൈമിൽ അന്തരീക്ഷത്തിനുള്ള ഓക്സിജനെ വലിച്ചെടുക്കാം. വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക്. ഓക്കെ. അപ്പൊ അതിന് റെഡ്യൂസ് കളർ വരും. ഓക്കെ. ആ കളർ വന്നതിന് ശേഷം മാത്രം ചായയിലേക്ക് വറുക്കാനെടുക്കാൻ പാടുള്ളൂ. ഓക്കെ. എങ്കിൽ മാത്രമേ ചായപ്പൊടിക്ക് ഓയിൽ ബ്ലാക്ക് കിട്ടും. ഓക്കെ. എല്ലാ മെഷീനും ഓഫ് ചെയ്താണ്. രാവിലെ ഞാൻ ലേറ്റായി ഇവിടെ എത്തിയപ്പോൾ, പക്ഷേ ഇവർ വീണ്ടും ഓണാക്കി തന്നു. ഫെർമെന്റേഷൻ ഇതാണ് കേട്ടോ. അതാണ് എനിക്ക് പറഞ്ഞത്. ഇതൊരു റെഡിഷ് ബ്രൗൺ കളറല്ല. നാച്ചുറലായിട്ട് നമ്മളൊരു ആപ്പിളൊക്കെ ചെയ്യുന്നൊരു മണം ഉണ്ടാവും. റെഡിഷ് ബ്രൗൺ കളർ വന്നതിന് ശേഷം മാത്രം ഡ്രയറിലേക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. എങ്കിലാണ് ചായപ്പൊടി ഓയിൽ ബ്ലാക്ക് കിട്ടും. ആ സമയത്ത് അന്തരീക്ഷത്തിലെ ചൂടും ഇവിടുത്തെ ചൂടും 2 ഡിഗ്രി സെൽഷ്യസ് മാത്രം പാടും. 2 ഡിഗ്രി ചൂടിൽ അതാണ് പുറത്തൊരു 28 ഇവിടെ ഒരു 20. ഓക്കെ. ആ ചൂടിലാണ് ഒരു AC പോലെ ഡ്രയറിലേക്ക് കണ്ടില്ല. ഡ്രയറിലേക്ക് എടുക്കുന്നു, ഡ്രയറിലേക്ക് വെച്ചു. 18 മുതൽ 20 മിനിറ്റാണ് ആ ഡ്രയറിലെ ടൈം. അതിൻ്റെ ഉള്ളിൽ 3 ഷിഫ്റ്റായിട്ട് വരാണ്. 18 മിനിറ്റിനുള്ളിൽ ഇവിടെ താഴെ വരും. ഇവിടെ കൊടുത്തെടുക്കും. അതിൽ വന്ന് കുറച്ച് നമ്മൾ ചലിച്ച് ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ ചായക്ക് ഇതിന് ഡ്രയർ മൗത്ത് ചെയ്യുന്ന പറയാം. ഈ ഡ്രയർ മൗത്ത് ചെയ്ത് 14 ബേഡ്സും ഇൻക്ലൂഡ് ടീ ബേഡ്സ് ഉണ്ടാവും. കപ്പൽ ടീ ബേഡ്സ് ഉണ്ടാവും. നേരെ നമ്മൾ ഫെർമെന്റേഷൻ ഏരിയയിലേക്ക് ഒരു സ്റ്റെപ്പ് ആട്ടോ. ഒരു മെഷീന്റെ പേരൊന്നും എനിക്കറിയില്ല. അതിനടുത്തത് നമ്മൾ ഫ്യൂവൽസ് ആണ് നടത്തുന്നത്. ഡ്രയർ മൗത്ത് ടീ എന്നതിന് പറയാം. ഓക്കെ. കുറച്ച് മാറ്റാം. ഡ്രയർ മൗത്ത് ടീ എന്ന് പറയും. 14 ബേഡ്സും ഇൻക്ലൂഡിങ് ടീ ബേഡ്സും. ഓക്കെ. അപ്പോൾ 2 പേരും കൂടി കൂടി കണ്ടോ, അവരും കൂടി. അപ്പോൾ അവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം വെച്ച് വേസ്റ്റ് ആണ്. ഓക്കെ. വേസ്റ്റ് ഇത് നമ്മൾ അധികം ABT നെസ്ലെ അവരെ കൊണ്ടുപോകും. ABT യൂസ് ചെയ്യുന്നത് വേസ്റ്റ്, ഇവിടുന്ന് വേസ്റ്റ് ചെയ്യണതാണെന്നാണോ നിങ്ങൾ മനസ്സിലായിക്കോ. ഇതാണ് ABT നെക്സ്റ്റ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് കൊണ്ടിട്ട് അവർ എടുക്കുന്നത് ഇവിടുത്തെ വേസ്റ്റ് ആണ് ABT. ഓ, ഇതിനുള്ളിൽ ഒരു നീക്കൂടതുണ്ടല്ലോ. ഓക്കെ. അതിനുള്ളിലോട്ട് കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്. ആ ഇവിടുത്തെ ഫ്യൂവല് വിറകാണ്. ഓക്കെ. ാണ് ഈ വറുത്തെടുക്കൽ വാർപ്പിക്കലൊക്കെ ചെയ്യുന്നത്. ആ, അതായത് ആ ഒരു നമ്മൾ ആ ഇല ഇതാക്കുന്ന കണ്ടില്ലേ അടിയിൽ ചൂടാക്കുന്നത്, അതിൻ്റെ ഒരു തണുപ്പ് മാറ്റിയൊരു ഡിഗ്രിയിലോട്ട് കൊണ്ടുവരുന്നത് ഈ വറകളെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഇതിന്റെ ബാക്ക് സൈഡാണ്. ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ ABT അടിപൊളി ചായപ്പൊടിയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ പുള്ളി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ABT പൗഡറും നെസ്റ്റോ പൗഡറും ഒക്കെ യൂസ് ചെയ്യുന്നത് ഇവിടുന്ന് വരുന്ന വേസ്റ്റ് ആണ്, വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ അവിടുന്ന് ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് വേറെ കിട്ടും.
അപ്പൊ ഇതാണ് വരുന്നത്. ഇത് പിടിക്കുമ്പോൾ എന്താ വെച്ചാല് ചകിരിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുളിക്കുന്ന ചകിരി പിടിക്കുന്ന പോലെ അത്രയും ഡ്രൈ ആയിട്ടാണ് ഈ ഒരു നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ 14 ഗ്രേഡ്. ഇതൊരു ഫൈബ്രാമാറ്റ് മിക്സറാണ്. ഒരു PVC റോളർ വെച്ചിട്ടുണ്ടോ, ഇതിന് സ്ക്രൈബർ കൊടുത്തിട്ട് ഈ ബൾബ് കത്തുന്നതിന് ഇലക്ട്രിക് മാഗ്നറ്റ് ആയിട്ട് മാറാണ്. അപ്പോൾ ഇത് 60% വേസ്റ്റ് പിടിച്ചെടുത്ത് 60% വേസ്റ്റ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പിടിച്ചെടുത്തു. ഓക്കെ, ബാക്കിയുള്ളത് മെഷീന്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇതിൽ നമ്മുടെ ഗ്രേഡിംഗ് സെക്ഷനിലേക്ക് വരും. ഓക്കെ, ഉള്ളിൽ ഗ്രേഡിംഗ് സെക്ഷൻ. കേട്ടോ ലാസ്റ്റ് ഒന്നും കൂടിയും ലാസ്റ്റ് ചെയ്തെടുക്കുന്ന സാധനമാണത്. ഇത് ഒന്നും കൂടിയും നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ എന്ന് പറഞ്ഞാൽ പൊടിക്കണം, ഒന്നും കൂടി ഒന്ന് ഇതാക്കണം അതിനോട്. ഓക്കെ, ഞാൻ പുള്ളിൻ്റെ കൂടെ കൊണ്ടുപോകട്ടെ. ഗ്രേഡിംഗ് മിഷനറീസ് ആണ് പറഞ്ഞത്. ഒരു മിഷനിൽ 6 ഗ്രേഡുകൾ വരും, 6 ഗ്രേഡ്സ്. ഫൈനൽ സ്റ്റെപ്പ് ആണോ എന്നോ ഡൗട്ട് ഉണ്ട്, നോക്കാം. മൂന്ന് കാറ്റഗറി ആക്കുന്നതാണോ? TFTOP എന്ന് പറയുന്ന മിഷൻ ഇതാണ്. ഇത് രണ്ടും TFTOP. ടിപ്പി ഫ്ലേവറിംഗ് ഓറഞ്ച് പെപ്പർ. അതായത് ഒരു തേയിലെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വന്ന ടിപ്സ് ഒക്കെ ഇല്ലേ, അത് വരുന്നതാണ്. ഇതിന് ലിക്വറായിരുന്നു മൈൽഡായി സ്ട്രോങ്. ഇത് TGB എന്ന് പറയും, ടിപ്പി ഗോൾഡൻ ബ്രോക്കൺ ഓറഞ്ച് പെപ്പർ. ഓക്കെ, ഇത് 3 ഗ്രേഡുകളും ലീഫ് ഗ്രേഡിൽ പെട്ടതാണ്. ഇത് രണ്ടും ഫാനീസ്, അതിന് ബ്രോക്കൺസിൽ വരുന്നതാണ്. ഓക്കെ, അതായത് BOPM ബ്രോക്കൺ ഓറഞ്ച് പൊക്ക പാനീസ്. ഇത് BOP ഡസ്റ്റ്. ഇത് എങ്ങനെ യൂസ് വരുന്നത്? ഇതിന് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം പ്രൈമറി ഗ്രേഡ് ആണ്. ഫസ്റ്റ് റോഡിങ് കഴിഞ്ഞു ആദ്യം എല്ലാം വരുന്നത് പ്രൈമറി ഗ്രേഡ് ആണ്. ഓക്കെ, അതിന്റെ സൈഡിൽ വരുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ റീപ്ലയർ ചെയ്തിട്ടോ ഓക്കെ എടുക്കുന്നത് സെക്കൻഡറി ഗ്രേഡ് ആയിട്ട് വരും. ഓക്കെ, എല്ലാം യൂസ് பண்ணலாம். ഇത് ഡീപ്പ് കൂട്ടിട്ടും ടിക്ക് കമ്മിയായിരിക്കും. നല്ല ഫ്ലേവർ ആരോഗ്യം. ഇത് നല്ല ഫ്ലേവർ ആയി മൈൽഡ് ടേസ്റ്റ്. സാധാരണ ഹോട്ടൽ പ്ലാസ്റ്റിക് ഏറ്റവും നല്ലത്. ഏറ്റവും താണ ക്വാളിറ്റിയാണ്. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ഇത് അധികം പോകുന്നത് പെയിന്റിങ്ങിനാണ്. പെയിന്റിങ് ഇവിടെ വരുമ്പോഴാണ് കോഫിയിൽ ഇത്തിരി കാറ്റഗറി ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാവണം. ഒരു മെഷീനും 6 ഗ്രേഡ് അധികം. ഓക്കെ, കൊച്ചിയിലേക്ക് അയക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഗ്രേഡ് ആണ്. TFTOP ഞാൻ പറഞ്ഞു. ഓക്കെ, കൊച്ചിയിലേക്ക് അയക്കുന്നത് കൊച്ചിയിലൂടെ അയക്കുന്നുണ്ട്. കൊച്ചിയിലാണ് ഓപ്ഷനിലേക്ക് അയക്കുക. ഓക്കെ, നമ്മുടെ എല്ലാ ചായയും കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഓട്ടോറിക്ഷയിലെ ഏറ്റവും വലിയ ബേസ് ഉണ്ടെങ്കിൽ കൊച്ചിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകും. ഓക്കെ, പിന്നെ റഷ്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്. ഓക്കെ, ഓട്ടോറിക്ഷയുടെ ബേസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഇതെല്ലാം ടൈം പീരീഡ് ഉണ്ടോ ഇതിന്? ഡസ്റ്റ് ഗ്രേഡുകൾ അധികം നമ്മൾ ABC കാറ്റ് മേടിച്ചിട്ട് അവരുടെ ടയർ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫ്ലേവർ ഉണ്ടാവും. CTCക്ക് ലിക്വിഡ് മാത്രമേ ഉണ്ടാവും. ഓക്കെ,
നമ്മളിവിടെ ചായ നമ്മൾ പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത് 2 ബ്ലെൻഡ് ചെയ്യും. 50% 40%. അപ്പൊ ഇതിന്റെ ലിറ്ററും ഫൈനൽ സ്റ്റേജ്. 60% ടേസ്റ്റ് ആയിട്ട് വരുന്നു. ബാക്കി 40% ഫൈനൽ സ്റ്റേജ് വരുന്നത്, ലാസ്റ്റ് സ്റ്റേജ്. എല്ലാം ക്ലിയർ ആക്കി ഫൈനലാക്കി കൊച്ചിയിലേക്ക് ബാഗിലാക്കി. ഇത് ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്ഷൻ. ഈ മെഷീന്റെ പേരെന്താ? ഫൈബ്രോമാറ്റ്. ഇത് എങ്ങനെയാ യൂസ് വരുന്നത്? ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചത്. ആ സെയിം. ഓക്കെ. അപ്പൊ ഓക്കെ, ഇതാണ് കേട്ടോ ലാസ്റ്റ് എൻഡിങ്. അപ്പൊ നല്ല ഇവിടെ ഒരുപാട് കാറ്റഗറി കോഫി ടീ പൗഡേഴ്സ് ഉണ്ട്, കാണാം. ഒക്കെ ടീ പൗഡർ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് സ്റ്റാർട്ട് മുതൽ എൻ്റെ വരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടുന്ന് മെഷീൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാം, കേൾക്കാൻ പറ്റും, കാരണം മെഷീൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ പറഞ്ഞതിലൊന്നും കൂടി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കി തരാം. ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി ഈ ചേച്ചി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, ഇതൊന്ന് ചേച്ചി പറഞ്ഞു. ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി ബെഡിലാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത്. 1 കിലോ 300 രൂപ വരും. 300 രൂപ. ഓക്കെ, 300 രൂപേന്റെ ബെഡിലാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ക്വാളിറ്റി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊച്ചിയിലേക്ക് കയറ്റി അയക്കുന്നതാണ്. ഓക്കെ. ആ നമ്മൾ ആ ഫസ്റ്റ് കണ്ട വേസ്റ്റ് എന്ന് പറഞ്ഞ ആ സാധനം അത്. പിന്നെ BOPF ടെസ്റ്റുകളിൽ ഫസ്റ്റ് ക്വാളിറ്റി, ഓക്കെ, ഫസ്റ്റ് അത് ക്വാളിറ്റി. നമ്മൾ 200 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ BOP ടെസ്റ്റ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി പെടുന്നതാണ്. ടെസ്റ്റുകളിൽ ഫസ്റ്റ് ക്വാളിറ്റി പെടുന്നതാണ്. ഓക്കെ, അത് 150 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഏകദേശം പുറത്ത് എത്രയൊക്കെ അവർ കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അല്ലേ? എന്നാലും ഇവിടുന്ന് നിങ്ങൾ 300-നാണ് ഹോൾസെയിൽ കൊടുക്കുന്നത്. ഇവിടുന്ന് 300 കേട്ടോ. ഇവിടുന്ന് ഫസ്റ്റ് ക്വാളിറ്റി TFBOP എന്നാണ് ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ TGFBOP ഫസ്റ്റ് ക്വാളിറ്റി. ഇനി ചേച്ചി ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ആ പ്രോസസ്സ് ഉണ്ടല്ലേ, അവിടെ കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിലോട്ട് ഫൈനൽ ടച്ചിലോട്ട് വരുന്നതിന് മുന്നേ ഇത് ക്ലീൻ ചെയ്യാനുള്ളത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ക്ലീൻ ചെയ്യാനുള്ളത് ക്ലീൻ ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണ് TFBOP. ഓക്കെ ചേച്ചി, ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇത് ഫൈനൽ ടച്ചിലോട്ട് വരുന്നുണ്ടോ? അതായത് TGBOP ഓക്കെ, ഫസ്റ്റ് ഇത് ക്വാളിറ്റി. TGBOP ആട്ടോ ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത്. ഓക്കെ, ചേച്ചി ഇവിടെ നിന്ന് എടുത്തിട്ട് ഓക്കെ മെഷീനിലോട്ട് ഇട്ട് ഓക്കെ. ഇതിന്റെ പ്രോസസ്സിംഗ് ഇത് TGBOP ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല ക്ലീൻ ആയില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടി അത് ഇടും. ഓക്കെ, രണ്ടാം പ്രാവശ്യം ഇടും. അത് ബാക്കിയുള്ളത് സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് നമ്മൾ രണ്ടാമത് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇതാട്ടോ ഇതിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതിലേക്ക് ബ്ലാക്ക്, ഇത് തിരിച്ചറിയുന്നത് എങ്ങനെ റെഡ്, ഇതിൽ സാധാരണ കാമ്പുകൾ റെഡ് കാമ്പുകൾ കാണും. ആ അപ്പൊ അത് ക്ലീനിങ് അല്ല. ഇതിൽ ബ്ലാക്ക് ആണെങ്കിൽ മാത്രം ക്ലീനിങ് ആയിട്ട് വരും. ഓക്കെ, ഇത് ഫുള്ള് വേസ്റ്റ് ഏകദേശം ആയിട്ട് വരും. ഇതൊന്നുകൂടി എടുത്ത് സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് വരും. ഓക്കെ, അത് മാത്രമേ ഫസ്റ്റ് ക്വാളിറ്റി. ഓക്കെ. ഈ ഒരു റെഡിന് ഇതുണ്ടെങ്കിൽ വീണ്ടും അവരൊന്നും കൂടി ചെയ്യും. എന്നിട്ടും എന്തായിട്ടില്ലെങ്കിൽ അത് സെക്കൻഡ് ക്വാളിറ്റിയിലോട്ട് ഇടും. അതിന് അത് പോയാൽ അത് ഫസ്റ്റ് ക്വാളിറ്റിയിലോട്ട് കൊടുക്കും. ഇത്രേ ഉള്ളൂ ഇത് മെഷീൻസും കാര്യങ്ങളും. ഈ ലോഡ് ചാക്കിൽ കണ്ടതൊക്കെ ഇവിടുന്ന് എക്സ്പോർട്ടിംഗ് ആണ്. ഇവരെ ഈ ഒരു എസ്റ്റേറ്റ് ചെല്ലോട് എസ്റ്റേറ്റ് എന്നാണ്. ഈ ചെല്ലോട് എസ്റ്റേറ്റ് ഫുള്ള് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിലോട്ട്. അവർ അങ്ങോട്ടാണ്. അവിടുന്ന് പിന്നെ നേരെ മറ്റുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ടച്ച്. അപ്പോൾ ചേച്ചിനോട് താങ്ക്സ് പറയാം. താങ്ക് യു. ചേച്ചിൻ്റെ പേരെന്താ? ഫർസ. താത്തയാണ് ഫർസ. വളരെ ഉപകാരം, താങ്ക്സ്. അപ്പോൾ ഓക്കെ, എൻ്റെ അത് നമുക്കിനി പുറത്തിറങ്ങാം കേട്ടോ. ഇത്രേ ഉള്ളൂ. എന്നാലും അതിൻ്റെ വേസ്റ്റാണ് AVT-കാർ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. ബെല്ലൈക്കണം പറയണേ, സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇടുന്നുണ്ട് ഞാൻ, 900 കണ്ടിട്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടേക്കത്. ഇവിടെ ഞാൻ കാർഡ് ഇടാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.